എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾക്കെന്നൊരു ആംഗ്യപ്പാട്ട് കേട്ടാലോ? എൻ്റെ ആംഗ്യപ്പാട്ടിൻ്റെ പേരാണ് നെയ്യപ്പക്കൊതി. നെയ്യപ്പക്കൊതി. കൊച്ചുപുരയ്ക്കല്ലേ അപ്പൂപ്പൻ, പിച്ചക്കാരൻ അപ്പൂപ്പൻ. പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുന്നാഴി. പച്ചരി കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുരയ്ക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി. അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ചക്കര ചുട്ടു കലക്കിയിട്ട് ചൂട് പറക്കും നെയ്യപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ഹയ്യട ഹയ്യ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുരമൂറും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറഞ്ഞിട്ട് ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് അരിശം വന്നു. പെട്ടെന്ന് ആര് പറഞ്ഞു മൂപ്പനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? അമ്മടി കല്ലി കൊതിയെത്തി കുമ്പ കൊലുക്കിട്ടുള്ളാതെ എനിക്ക് രണ്ടപ്പൻ. വാശി പിടിച്ചു അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വാശിയിലായി. വാശി മുറുക്കിട്ടടി പിടിയായി. അമ്മൂമ്മക്കുറി കടിയിട്ടി അപ്പൂപ്പനൊരു തൊഴി കിട്ടി. കണ്ടപ്പോൾ അടിപിടി മൂത്തപ്പോൾ നല്ലൊരു പോംവഴി കണ്ടെത്തി വില്ലൻ നമ്മുടെ അപ്പൂപ്പൻ. ഒത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാം മിണ്ടാതെ. ആദ്യം മിണ്ടിയാൽ ഒറ്റപ്പം, മറ്റേയാൾക്കോ രണ്ടപ്പം. അമ്മൂമ്മയ്ക്ക് സമ്മതമായി. അങ്ങനെ തർക്കം രമ്യതയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാന്തയിൽ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നുള്ളിൽ അടുക്കളയിൽ തടുപുടു എന്നൊരു ഒച്ച കേട്ടു. മിയാവ് മിയാവ് വിളി കേട്ടു. അയ്യോ, പൂച്ച ശരിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ. അയ്യേ, ബെറ്റിൽ തൊട്ടല്ലോ തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ടൊഴിഞ്ഞു കിടപ്പുണ്ട്. ഉണ്ട കണ്ണു മിഴിച്ചിട്ട് ചുണ്ടും നക്കി നുണഞ്ഞിട്ട് ജനരും ചാടി മറഞ്ഞല്ലോ. കള്ളിപ്പൂച്ച. ഒഴിഞ്ഞ കുട്ടയിൽ നോക്കിയിട്ട് ഒഴിഞ്ഞ വയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും. പായ വിരിച്ചു കിടക്കാനായി. ബാക്കി അപ്പൂപ്പനും അമ്മൂമ്മ വഴക്കുണ്ടായിക്കൊണ്ടല്ലേ ഇങ്ങനൊക്കെ സംഭവിച്ചേ. വഴക്ക് ഒന്നിനും പരിഹാരമല്ല. നന്ദി.